ഹലോ ഫ്രണ്ട്സ്, ഹാഷ് വോക്കൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എവിടെ നോക്കിയാലും ഗൂഗിളിൻ്റെ AI നാനോ ബനാന തരംഗമാണല്ലോ. എന്താണ് നാനോ ബനാന എന്ന് എല്ലാവർക്കും അറിയാമെന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നാനോ ബനാനയിലൂടെ അടിപൊളി 3D ആനിമേഷൻ ചിത്രങ്ങൾ വ്യത്യസ്ത പ്രോംപ്റ്റ് കൊടുത്ത് നിർമ്മിക്കുന്നതോടൊപ്പം ആ ചിത്രങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ ആക്കാൻ സാധിക്കുന്നതാണ്. അതും അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട്. അതിന് ഞാൻ പറയുന്ന ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യൻ താരം വിരാട് കോഹ്ലിക്ക് കൈ കൊടുക്കുന്ന ഈ ഒരു വ്യക്തി പിന്നീട് കോഹ്ലിയുമായിട്ടൊത്ത് ചായ കുടിക്കുന്നതും അതുപോലെ ഡിന്നർ കഴിക്കുന്നതും പിന്നീട് അവർ ഒരുമിച്ച് ജോഗിങ് ചെയ്യുന്നതും എൻ്റെ ഈ യൂട്യൂബ് ചാനലിന് വേണ്ടി വിരാട് കോഹ്ലി പ്രൊമോഷൻ ചെയ്യുന്നത് പോലെയുള്ള വീഡിയോയും നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത ഇമേജുകളും വീഡിയോകളുമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ധാരാളം വ്യത്യസ്തങ്ങളായ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ വീഡിയോ ആക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനുമുമ്പ് ഇതുപോലുള്ള AI സംബന്ധമായ വീഡിയോകൾക്കും മറ്റു ടെക് പരമായിട്ടുള്ള വീഡിയോകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് അവിടെ സെർച്ച് ബാറിൽ ഗൂഗിൾ നാനോ ബനാന എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ലഭിക്കും. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ഇവിടെ ആദ്യം കാണുന്ന ട്രൈ നാനോ ബനാന എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ ചോദിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഇമേജാണോ എഡിറ്റ് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്, ആ ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് അവിടെ വലതുഭാഗത്ത് കാണുന്ന പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ രണ്ടാമത് കാണുന്ന അപ്ലോഡ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതൊരു ഫോട്ടോ ആണോ ആ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ഇമേജ് ഏത് സൈസിലാണോ അതേ സൈസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിട്ടുള്ള ഇമേജിൻ്റെ സൈസ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂട്യൂബിന് ലോങ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ 16:9 എന്നുള്ള ആ റേഷ്യോയിലുള്ള ഇമേജാണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അതുപോലെ 9:16 എന്നുള്ള ആ ഒരു റേഷ്യോയിലുള്ള ഇമേജാണ് കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇമേജിൻ്റെ ആ ഒരു ബേസ്ഡിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ആ ഒരു സൈസും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ടും ഒരേ സൈസിലുള്ള ഇമേജ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുന്നതല്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 9:16 ഉള്ള 2 ഇമേജാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഈ ഒരു ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ടത് അതിനാവശ്യമായ പ്രോംപ്റ്റ് കൃത്യമായി തന്നെ അവിടെ എഴുതി കൊടുക്കുക. പരമാവധി ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാത്തവർ ഗൂഗിൾ ട്രാൻസ്ലേഷൻ മറ്റും ഉപയോഗിച്ച് അവിടെ മലയാളം എഴുതി അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്ത് അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനും കഴിയുന്നില്ലെങ്കിൽ ഞാൻ പുതിയൊരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പ്രോംപ്റ്റുകൾ അതിൻ്റെ ഇമേജും വീഡിയോ അടക്കം ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജുകളുടെയൊക്കെയും പ്രോംപ്റ്റുകൾ ഞാൻ ആ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല AI ടൂൾസും ആപ്ലിക്കേഷനും ഒക്കെ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ആ ഒരു ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രോംപ്റ്റ് ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ വിരാട് കോഹ്ലി മൊത്ത് ഈ ഒരു വ്യക്തി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതായിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് ഞാനിവിടെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം താഴെ വലതുഭാഗത്ത് കാണുന്ന ആ ഒരു മഞ്ഞ ഐക്കണിലുള്ള ആരോ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരല്പം നേരം കഴിഞ്ഞ് നമ്മുടെ ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടുന്നതാണ്. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഉള്ള ഫോട്ടോയിലുള്ള ആ വ്യക്തിയുടെ ഡ്രസ്സ് പോലും ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ കോഹ്ലി ധരിച്ചിരിക്കുന്ന അതേ ഇന്ത്യയുടെ ജേഴ്സി തന്നെയാണ് ആ വ്യക്തിയും ധരിച്ചിരിക്കുന്നത്. ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആരോ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി അങ്ങനെ ഡൗൺലോഡ് ആയിട്ടില്ല എങ്കിൽ ആ ഇമേജിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഓപ്ഷൻ വരും. അവിടെ നിന്ന് ഡൗൺലോഡ് ഇമേജ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
ഓക്കെ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൻ്റെ താഴെ പല രീതിയിലും പ്രോംപ്റ്റ് കൊടുത്ത് ഈ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ മറ്റൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ രണ്ടുപേരും തമ്മിൽ ഷോൾഡറിൽ കൈ കൊടുത്ത് നിൽക്കുന്നതായിട്ടൊരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇമേജും നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ പ്രോംപ്റ്റും മാറ്റി മാറ്റി കൊടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഇമേജുകളൊക്കെ വീഡിയോ ആക്കണം. അപ്പോൾ അതിനായിട്ട് ആർട്ടിലിസ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ടെലിഗ്രാമിൽ ഞാൻ കൊടുത്തേക്കാം, അത് നിങ്ങൾ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ സൈൻ ഇൻ ചെയ്യാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിലക്ക് അത് സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട ജിമെയിൽ അക്കൗണ്ടൊന്നും കൊടുക്കാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ ഉപയോഗിക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ജിമെയിൽ അക്കൗണ്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാർട്ട് ഫ്രീ നൗ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. താഴെ ഡിസ്ക്രൈബ് യുവർ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം, അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജുകളൊക്കെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഈ ഒരു ഇമേജിന് വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റ് തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്കതിൽ എഡിറ്റ് ചെയ്യാൻ വല്ലതുണ്ടെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാനും പറ്റും. ഇനി നമ്മുടേതായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടേതായിട്ടുള്ള പ്രോംപ്റ്റ് ഇവിടെ എഴുതി കൊടുത്ത് താഴെ കാണുന്ന ആനിമേറ്റ് ഫോർ ഫ്രീ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ പ്രോംപ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ആനിമേറ്റ് ഫോർ ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു അല്പം നേരം കഴിഞ്ഞ് നമ്മുടെ വീഡിയോ ഇവിടെ റെഡിയാവുന്നതാണ്. അതുവരേക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇമേജ് നമ്മുടെ ഒരു ആനിമേഷൻ ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു വീഡിയോയിലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ വരും, അതിൽ ഡൗൺലോഡ് വീഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു വീഡിയോ മാത്രമേ ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ഇതുപോലെ ജനറേറ്റ് ചെയ്യാൻ ആദ്യത്തെ ഈ ഒരു അക്കൗണ്ട് ലോഗൗട്ട് ചെയ്ത് അടുത്ത ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് മാത്രമേ ഈ ആപ്ലിക്കേഷനിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ഓരോ വീഡിയോ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ ഒരു അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യണം. അതിനായിട്ട് ഏറ്റവും മുകളിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ താഴെ ലോഗൗട്ട് സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ ലോഗൗട്ട് ചെയ്യുക. ഇനി നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ഫ്രീ നൗ എന്നുള്ള ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഞാൻ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വീഡിയോ ജനറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഇമേജ് ടു വീഡിയോ എടുക്കുക, അപ്ലോഡ് കൊടുക്കുക. ഞാനിവിടെ വേറൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനോട് അക്സെപ്റ്റ് കൊടുക്കാം. അപ്പോൾ അവർ തന്ന ഒരു പ്രോംപ്റ്റ് തന്നെ കൊടുക്കുകയാണ്, ഇതിൽ മാറ്റമൊന്നും ഞാൻ വരുത്തുന്നില്ല, അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വിരാട് കോഹ്ലിയുടെ ഒരു സ്റ്റാറ്റുമാണ്, ഒരു വലിയ സ്റ്റാറ്റുമാണ്.
ഇപ്പോൾ ഞാൻ കൊടുത്ത ആ ഒരു ഇമേജും ഇവിടെ വീഡിയോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നേരത്തെ അതൊരു ഇമേജ് ആയിരുന്നു, ഇപ്പോൾ അത് വീഡിയോ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഓരോ അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ലോങ് പ്രസ് ചെയ്താൽ മതി, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്.